അപ്പൊ നമ്മുടെ വില്ലിനകത്ത് ഏതാണെന്നല്ലേ ഈ ടീപ്പോയി ഇത് കുറെ പേര് വന്നിട്ട് ഇവിടെ കണ്ട് ഇഷ്ടപ്പെട്ട സാധനം വന്നവർക്കൊക്കെ ഇഷ്ടമായിട്ട് ഒരു വെറൈറ്റി മാസ്റ്റർ ബെഡ്റൂം. ഈ ബെഡ്റൂം നമ്മളാട്ടോ ഫുൾ ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ച. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മാഡ് മാക്സ് വ്ലോഗ്സ്. അപ്പൊ ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹോം ടൂർ ആണ്. കുറെ പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ഒരുപാട് പേര് മെസ്സേജ് വീടിന്റെ ഓരോ സൈഡ് കാണുമ്പോൾ എല്ലാവർക്കും ഫുൾ ആയിട്ട് വീട് കാണാൻ ആഗ്രഹം. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹോം ടൂർ ആട്ടോ. ഹോം ടൂർ എന്ന് വെച്ചാൽ വീടിന്റെ A to Z കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തരും. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ തുടങ്ങാം. അപ്പൊ അധികം ലാഗ് ഒന്നും അടുപ്പിക്കുന്നില്ല. പിന്നെ നമ്മൾ പണിയിപ്പിച്ച വീടല്ല, നമ്മൾ വില്ലയായിട്ട് വാങ്ങിയതാണ്. വാങ്ങിയ വില്ല കേട്ടോ. അപ്പൊ നമ്മുടേതായ ഇഷ്ടങ്ങൾക്കല്ല, നമ്മൾ കണ്ടിഷ്ടപ്പെട്ട വീടാട്ടോ. ഇതാണ് നമ്മുടെ ഏരിയ. ഈ ഏരിയ കേട്ടോ നമുക്ക് ആദ്യം മെയിൻ ആയിട്ട് ഇഷ്ടമായത്. ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ ഭയങ്കര നൈസ് ആട്ടോ. കാമാൻ കോയറ്റായിട്ടുള്ള സ്ഥലമാണ്. ഒരുപാട് വില്ലകൾ ഒരുപോലെ ഇരിക്കുന്ന വില്ല. അതന്നെ, ഒരു അമ്മ പെറ്റ മക്കളെ പോലുണ്ട്. അതെ. അപ്പൊ നമ്മുടെ വില്ല ഇതിനകത്ത് ഏതാണെന്നല്ലേ. അപ്പൊ ഈ കാണുന്ന വീടുകളൊക്കെ ഒരുപോലെ ഏകദേശം കേട്ടോ. പക്ഷെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ വീട് കേട്ടോ, നമ്മുടെ സ്വർഗരാജ്യം. അതെ, നമ്മുടെ സ്വർഗരാജ്യമാണ് ഈ കാണുന്നത്. അപ്പൊ ഇതാ നമുക്കിനി അകത്തേക്ക് പോവാം അല്ലേ. അപ്പൊ അകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് അധികം ഏരിയ ഒന്നുമില്ല. കറക്റ്റ് കാർ പാർക്ക് ചെയ്യാനുള്ള ഏരിയ, പിന്നെ ഇത് ഇത്ര ഏരിയ. പിന്നെ നമ്മുടെ ബൈക്കൊന്നും ഇവിടെ എത്തിച്ചിട്ടില്ല കേട്ടോ. ബൈക്ക് ഇപ്പോഴും വയനാട്ടിലിരിക്കുവാണ്. നമ്മളിവിടെ വന്നിട്ട് ഒരു മാസത്തിന് മേലെയായി, പക്ഷെ ബൈക്ക് കൊണ്ടുവന്നിട്ടില്ല. ഞങ്ങളുടെ പുതിയ വീടാ. അപ്പോൾ ഇവക്ക് ഉറക്കം വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ആകെ ടെററാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഏരിയ. ഇതുണ്ടോ ഫ്രണ്ട് നിന്നുള്ള വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റും ഒരുപോലെയുള്ള വീടുകൾ കേട്ടോ. നല്ലൊരു ഏരിയ ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് നല്ലതാ, ആകാശമൊക്കെ അടിപൊളിയാണ്. നല്ല കാറ്റൊക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വീശു കേട്ടോ. അപ്പൊ നമ്മളൊരു 2 ചെടി കൊണ്ടുവന്നു. ഇത് നമ്മൾ മേടിച്ച ചെടി കേട്ടോ. കണ്ടില്ലേ, ഇത് പിന്നെ കുറച്ച് ഉള്ളിലും ഉണ്ട്. അപ്പൊ നമ്മൾ കാണിച്ചു തരാം. ഒരു വീടാകുമ്പോ 2 ചെടി വേണ്ടേ? അതെ, എന്തേലും പച്ചപ്പ് വേണ്ടേ. നമ്മൾ അവരെ നോക്കി കോപ്പി അടിച്ചേട്ടോ. ആദ്യം അവരായിട്ട് സാധനം മേടിച്ച്, പിന്നെ നമ്മൾ നോക്കിയപ്പോൾ ഭയങ്കര രസം. പിന്നെ വെയിലടിക്കില്ല, ഉച്ചയ്ക്ക് വെയിൽ ഇങ്ങോട്ട് ഭയങ്കര ഡാർക്കായിട്ട് അടിക്കും. അപ്പൊ ഇത് കുറച്ച് അല്ലേ ഒരു പേര്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മേടിച്ച് വെച്ചാണ്. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വീടിന്റെ അകത്തേക്ക് പോവാം അല്ലേ. അകത്തേക്ക് പോകാൻ വേണ്ടി വെൽക്കം ഹോം. അപ്പൊ ഇങ്ങനെ കേറുമ്പോ തന്നെ നമ്മൾ ഇവിടെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം ഇവിടെ ഇരുന്ന് ഇരിക്കാം. ഇത് താഴെ ഷൂറാക്കാം. ഇതൊരു ഷൂറാക്കാം കേട്ടോ. ഇങ്ങനെ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ, 3 സെറ്റ്. അതുപോലെ കുറെ ഷൂസ് വെക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ അത്യാവശ്യം നല്ലൊരു സെറ്റപ്പാണിത്. ഇവിടെ ഒരു ഫാൻ വെക്കണം, നമ്മൾ വെച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് ഫ്രണ്ട്. ഒരു ക്യാമറ ചെറുതൊരെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന്റെ വീഡിയോ നമ്മൾ റീൽസൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി അകത്തേക്ക് പോവാം. പിന്നെ നമ്മൾ മോസ്കിറ്റോ നെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. മോസ്കിറ്റോ നെറ്റ് കൊച്ചിയിലാകുമ്പോൾ എന്തായാലും മോസ്കിറ്റോ നെറ്റ് കൊതുകുവല വേണം. നമ്മൾ അതിന്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ലിവിങ് റൂം. യെസ്, ഇതിനകത്ത് ഈ ഫർണിച്ചറും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്ത കേട്ടോ. നമ്മൾ മേടിച്ചാണ്. ബാക്കിയൊക്കെ കൊതു ഇറങ്ങി പോടാം. അപ്പൊ കൊതുകിൽ നമുക്കൊന്ന് ക്ലോസ് ചെയ്തോളാം കേട്ടോ. ടി വി യൂണിറ്റ് ഒക്കെ അവർ തന്നെ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതെ, ഈ ടി വി യൂണിറ്റ് നേരത്തെ ഉണ്ടായിരുന്നു. നമ്മൾ പുതിയ ടി വി മേടിച്ചിട്ടുണ്ടായിരുന്നു. സോണിന്റെ ടി വി, സൗണ്ട് ബാർ, സ്പീക്കേഴ്സ് എല്ലാം ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ പഴയ സ്പീക്കറാണ്. അത് ഞാൻ ഒന്നും ചെയ്തില്ല. ഇതിന് വയറൊക്കെ അലമ്പായി കിടക്കാം, ഒന്ന് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഇതാ ഇവിടെ കുറച്ച് പച്ചപ്പും ഹരിതാപവും കൊണ്ടുവന്നു. ഇവിടെ കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ്. അങ്ങനെ പറയാൻ പാടില്ല, പക്ഷെ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടാണ്. കാര്യം നമുക്ക് ഇവിടെ ഒന്നും കയ്യെത്തി വെള്ളം ഒഴിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ ആക്കി. ഇതും ആർട്ടിഫിഷ്യൽ. പിന്നെ ഇത് നമ്മുടെ സീലിംഗ് വർക്ക് കേട്ടോ. അതും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മള് എത്ര വീട് പോയി കണ്ടു? 20 വീടോളം നമ്മൾ പോയി കണ്ടിട്ട് ഡെലിവറി കഴിഞ്ഞ് 30 ദിവസമായപ്പോ മുതൽ ഇവളെയും കൊണ്ട് കണ്ടിഷ്ടപ്പെട്ട വീടാട്ടോ. അല്ല പിന്നെ ഇവള് കണ്ടിഷ്ടപ്പെട്ട വീടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ബ്ലൈൻഡ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കി എടുത്ത കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഈ ടീപ്പോയി ഇത് കുറെ പേര് വന്നിട്ട് ഇവിടെ കണ്ട് ഇഷ്ടപ്പെട്ട സാധനം. കാര്യം ഞങ്ങള് കൊച്ചിയിലുള്ള എല്ലാ ഫർണിച്ചർ ഷോപ്പും കേറി ഇറങ്ങി അവസാനം തിരിച്ചു വന്നിട്ട് ഒരു ഷോപ്പിൽ നിന്ന് എടുത്തൊരു ഇതാട്ടോ. പിന്നെ നമ്മളിവിടെ ഒരു റഗ് ഇവിടെ റഗ് ഇട്ടു. പിന്നെ സ്പീക്കേഴ്സ്, സറൗണ്ടിങ് സ്പീക്കേഴ്സ്, ഫോട്ടോ ഫ്രെയിംസ്, 1-2 ഗ്ലിൻഡി കാർട്ട്. ഈ ഫോട്ടോ ഫ്രെയിം ഇതാട്ടോ, ഫുള്ള് സ്റ്റോൺ വർക്ക് ചെയ്ത കേട്ടോ. അടുത്ത് പോയി കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. സ്റ്റോൺ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു ഫോട്ടോ ഇതാ ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡോറ് അടയ്ക്കാൻ തൽക്കാലം. ഡോറിൽ കണ്ടിങ്ങനെ
പുറത്തേക്ക് നോക്കാനുള്ളതൊക്കെ ഉണ്ട്. ഡോർ ആദ്യം തന്നെ തുറക്കണ്ട, ഇതിൽ നോക്കിയിട്ട് ആരാന്ന് നോക്കിയിട്ട് എടുക്കാം അല്ലേ. പിന്നെ അപ്പോൾ ഇനി നമുക്ക് ഇവിടെയൊക്കെ കുറച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വാൾപേപ്പർ ആട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ആദ്യം സെറ്റ് അല്ലേ. നമ്മള് അത്രയും വീട് കണ്ടെങ്കിലും ഈ ഒരു വീട് നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടം. എന്നാൽ നല്ലൊരു ഏരിയ, നല്ലൊരു ക്യൂട്ട്, ഒരു കുഞ്ഞു വീട്, ക്യൂട്ടായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ വീട്. അതെ. അപ്പൊ ഇതിന്റെ ഈ വീടെന്ന് വെച്ച് കഴിഞ്ഞാൽ 1800 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെറിയ ഏരിയ ആണെങ്കിലും അത്യാവശ്യം നല്ല കൊണ്ട് നടക്കണ്ടേ. ഒത്തിരി വലുതെടുത്തിട്ട് വേറെ ആരുമില്ല, ഞങ്ങള് 3 പേരും തന്നെ. ഇവളെ നോക്കി വീട് നോക്കലൊക്കെ ഭയങ്കര ടാസ്ക്. പിന്നെ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് വന്നു പോവാന്നല്ലാണ്ട് ആരും അങ്ങനെ വരലില്ല. അപ്പൊ മേലേക്ക് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉപയോഗിക്കലില്ല. സത്യം 2 നാൾ എടുക്കണം ഭയങ്കര ആഗ്രഹമായിരുന്നു. എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പൊ വേസ്റ്റ്. മേലേക്ക് ഇനി അടിക്കാനും തുടയ്ക്കാനും മാത്രമേ മേലേക്ക് പോകാറുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. പറഞ്ഞു കൊടുക്ക്. നമ്മുടെ ഡൈനിങ് ഏരിയ ഈ ചെയർ കാര്യങ്ങളൊക്കെ കോമഡിയാണ്. ഇതൊക്കെ സെലക്ട് ചെയ്ത് ഭയങ്കര ഇതായിരുന്നു. കുറേ കടകളില് വയനാട്ടിലും കയറി ഇറങ്ങി, ഇവിടെ വന്നും കയറി ഇറങ്ങി. വയനാട്ടിൽ നമ്മൾ കൊണ്ടുവരാൻ ഈ സെറ്റ് നമ്മൾ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്നേ. കാര്യം ഭയങ്കര സോഫ്റ്റ് ആണ്. ഇതിനകത്ത് ഇരിക്കാൻ ഇതുണ്ടോ, ഭയങ്കര സുഖമാണ്. പിന്നെ ഫ്രണ്ടിൽ കിടക്കുന്ന ഷൂറാക്കും നമ്മൾ വയനാട്ടിൽ നിന്ന് കൊണ്ടുവന്ന. അപ്പൊ ഇത് ഇവിടെ നിന്ന് കൊണ്ടുവന്നാട്ടോ. ഇവിടെ കൊച്ചിയിൽ കമ്പയർ ചെയ്യുമ്പോൾ വയനാട്ടിനേക്കാൾ റേറ്റ് കൂടുതലാണ് ഓരോ സാധനങ്ങളും. അപ്പൊ ഈ ടേബിളും ഇതൊക്കെ നമ്മള് ഇവിടെ വന്നിട്ട് എടുത്ത കേട്ടോ. ഈ ഒരു ഗ്രീൻ ആ ഒരു ഗ്രീൻ ഒരു മാച്ച് എന്നുള്ള രീതിക്ക് നമ്മളിപ്പോ സെലക്ട് ചെയ്ത് വരുമ്പോ ഒന്നിന്റെ ലെഗ് ഇഷ്ടപ്പെടില്ല, ഒന്നിന്റെ മാർബിൾ ടോപ്പ് ഇഷ്ടപ്പെടില്ല. എനിക്ക് മാർബിൾ ടോപ്പ് വേണമെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അതെ, തപ്പി തപ്പി തപ്പി. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് എത്തിയത്. ഇതിന്റെ ലെഗും അടിപൊളിയാട്ടോ. ഇത് കണ്ടില്ലേ. ഇവിടെ വന്നവർക്കൊക്കെ ഇഷ്ടമായത് ഈ ടേബിളും ചെയറും പിന്നെ ടീപ്പോയി ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾക്കും ഇഷ്ടമായി. പിന്നെ നമ്മുടെ ഫോട്ടോസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഫോട്ടോസ് ആണ്. നമുക്ക് ഇവിടെ ഇരുന്ന് TV കാണാൻ പറ്റൂല. അപ്പൊ നമ്മളിങ്ങനെ ഫുഡ് കഴിക്കുമ്പോ നമ്മുടെ ഫോട്ടോ ഒക്കെ കണ്ടുകൊണ്ട് തന്നെ കളർഫുൾ ആയിട്ട് ഇരുന്ന് കഴിക്കും. അതുപോലെ തന്നെ നമ്മുടെ വേറെ 2 ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വാഷിംഗ് യൂണിറ്റ് ഇവിടെ കേട്ടോ. ഇതിനൊക്കെ അത്യാവശ്യം നല്ല ലൈറ്റ്സും കാര്യങ്ങളും ഫാൻസി വർക്കുകൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും നമ്മൾ അറിയേണ്ടി വന്നില്ല. 2 ലക്കി ബാമ്പു ഒക്കെ വെച്ചു. ലക്കി ബാമ്പു ഇതാ. ഇതൊക്കെ കുറെ സാധനങ്ങളൊക്കെ ഇവിടെ ഓൺലൈനിൽ അവിടെ ഇവിടെ ഒക്കെ തപ്പി പിടിച്ചെടുക്കും. ഇതൊക്കെ ജീവനുള്ളതാണ്. ഇത് ലൈവ് അല്ല. അപ്പൊ അത്യാവശ്യം ഇവിടെയും കുറച്ച് ലൈവ് പ്ലാന്റ്സ് അല്ലാത്ത ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ്. പിന്നെ ഇതിന്റെ താഴെ ഒരുപാട് സ്റ്റോറേജ് ഇവിടെ നമുക്ക് സ്റ്റോറേജ് തുറക്കില്ല. ഇതിനകത്ത് കുറച്ച് സ്റ്റോറേജ് ഉണ്ട്. ഇവിടെ നമുക്ക് ഇൻവെർട്ടർ ഒക്കെ വെച്ചേക്കണം. അതും തുറക്കാൻ പറ്റില്ല. അതിനകത്തും നമ്മൾ RC കാറുണ്ട്. ഇവനില്ലാത്ത പരിപാടി ഇല്ല. നമ്മൾ എവിടെ പോയാലും ഇവനെ കൊണ്ട് പോകട്ടോ. ഈ ചുറ്റോട്ടത്തെ എല്ലാരും നമ്മൾ ഇതും വെച്ച് കറക്കിയെടുത്തു. അതെ, മയക്കി എടുത്തുണ്ട് കാര്യം എല്ലാവർക്കും. പിന്നെ നമ്മുടെ കുഞ്ഞപ്പൻ ഇവനുള്ളോണ്ട് സുഖം കേട്ടോ. ഒരു പണിയും ചെയ്യാൻ അടിച്ചു വരെ തുടക്കല് നോക്കുക വേണ്ട. അതെ, ഒന്നരാടോ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ട് പുള്ളി രാവിലെ നമ്മൾ എണീക്കുന്നതിന് മുന്നേ ഇവിടെ അടിച്ച് മൊത്തം ക്ലീൻ ആക്കി സെറ്റപ്പ് ആക്കി കൊണ്ടുപോകും. പിന്നെ ഇവിടെ ഒരു വെയിറ്റ് മെഷീനും വെച്ചിട്ടുണ്ട്. ഫുഡ് കഴിക്കുന്നതിന് മുന്നേ നമുക്ക് വെയിറ്റ് നോക്കാം. കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. 68 കിലോ. നീ എത്രയാ? വേണ്ട, അത് നമ്മുടെ സാൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞ സെറ്റപ്പ് നോക്കി മേടിച്ചേട്ടോ. ഇങ്ങനെ വുഡനിൽ ഇങ്ങനെ സാധനം വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതൊക്കെ തപ്പി പിടിച്ച് ഇങ്ങനെ ഓരോന്നിൽ കണ്ട് എടുത്ത് കേട്ടോ. എല്ലാം ഞാൻ ഓൺലൈനിൽ ഇരുന്ന് തപ്പി. ഇനി അടുത്തതായിട്ട് നമ്മുടെ കിച്ചണിലേക്ക് പോവാ. കിച്ചണിലേക്ക് പോകുന്നതിന് മുന്നതാ ഇവിടെ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുറെ ലൈറ്റ്സ് കാര്യങ്ങൾ, ക്രോക്കറി ഷെൽഫ് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഓൺലൈനിൽ മേടിച്ചേട്ടോ. ഇതും കുറെ സാധനങ്ങളൊക്കെ. അപ്പോൾ പിന്നെ ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതും ഈകള് തപ്പിയെടുത്തതാണ്. ഇത് ആർട്ടിഫിഷ്യൽ, വളരെ ആർട്ടിഫിഷ്യലും റിയാലിറ്റി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല ഭയങ്കര റിയൽ ആണെന്ന് തോന്നുന്നു കേട്ടോ. ആർട്ടിഫിഷ്യൽ ആണെങ്കിലും. പിന്നെ ഇതാണ് നമ്മുടെ കിച്ചണിൽ മൊത്തം ഈ ഒരു വർക്ക് കേട്ടോ. ഈ ഒരു കളർ തീം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ ഒരു ഷെൽഫ് മൊത്തം. പിന്നെ എനിക്ക് നിർബന്ധമായിരുന്നു ബ്ലാക്ക് കളർ സാധനങ്ങൾ ഇവിടെ വേണം എന്നുള്ളത്. അതെ, ബ്ലാക്ക് കളർ സാധനം വേണമെന്നിവിടെ ഒരു നിർബന്ധമായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഫ്രിഡ്ജ് ബ്ലാക്ക് എടുത്തു, ഓവൻ ബ്ലാക്ക് എടുത്തു, ഇൻഡക്ഷൻ ബ്ലാക്ക്, പ്രീതിന്റെ ഇത് ബ്ലാക്ക്, അക്വാഗാർഡിന്റെ ഇത് ബ്ലാക്ക്, കെറ്റില് ബ്ലാക്ക്, പിന്നെ ഇങ്ങനത്തെ കയ്യില് സാധനങ്ങളൊക്കെ ഉള്ളത് ബ്ലാക്ക്, പിന്നെ ഇത് ഇതൊക്കെ ബ്ലാക്ക്, പ്ലേറ്റ് ഉണക്കുന്ന ബ്ലാക്ക്, പ്ലേറ്റ് ബ്ലാക്ക്, മിക്സി ബ്ലാക്ക്, എല്ലാം ബ്ലാക്ക്. ആ മിക്സി അടിപൊളിയാട്ടോ. നമുക്ക് ഇങ്ങനെ പ്രീതിയുടെ മാവ് വരെ കുഴക്കാൻ പറ്റുന്ന ഒരു മിക്സി ആട്ടോ ഇത്.
പിന്നെ നമ്മളിവിടെ ഇത് കട്ട് ചെയ്യാൻ ഭയങ്കര പണിയായിരുന്നു കേട്ടോ. ഫുള്ള് പൊടിയൊക്കെ ആക്കി. ഇത് ഇത്രയും പണിയായിരുന്നു. ഇത് നമ്മുടെ ഇത് ഇത് നമ്മുടെ ഇതാണ്. കണ്ടില്ലേ ഫുള്ള് നമുക്ക് കയ്യിലിപ്പോൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൈ ചീച്ചയാണെങ്കിൽ ഉണ്ടോ ഇത് വെച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാനും പറ്റും. പിന്നെ ഇവിടെ ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത്ര മിനിറ്റ് കുക്ക് ചെയ്യണം. പിന്നെ ഇതൊക്കെ ഞാൻ ഓൺലൈനായിട്ട് ഇതൊക്കെ ലൈവ് ആട്ടോ പുതു കയറിയപ്പോഴേക്കും അങ്ങനെ കിച്ചണില് 2 മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മള് സാൾട്ട് പെപ്പറും പോലെ തന്നെ വുഡണിൽ വന്നിട്ട് ഒരു വൈറ്റ് തീമില് പിന്നെ ഇതു സ്റ്റാൻഡ് ഇതൊക്കെ ഓൺലൈൻ ആട്ടോ. ഇതൊക്കെ ഷോപ്പാണേ. ഇതൊക്കെ നമ്മള് ഷോപ്പിൽ ഓരോ ഷോപ്പിൽ കയറി ഇറങ്ങി മടുത്ത് പണ്ടാറങ്ങി. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇങ്ങനെ ഇതില് വന്നിട്ട് വുഡൻ ലിഡ് വരുന്നത്. വുഡൻ ലിഡ് ഇത് മാത്രം തപ്പി കൊറേ എടുത്താണ്. ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ടില്ല ഇവിടെ കേട്ടോ. പിന്നെ വാഷ് ബേസിനൊക്കെ ഇവിടെ ചേരുന്നത്. പിന്നെ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംഭവം. പിന്നെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ. എവിടെയാണേലും അക്വാഗാർഡിന്റെ സാധനം അടിപൊളിയാണ്. പിന്നെ ഇനി നമുക്ക് പിന്നെ കുഞ്ഞൊരു വർക്ക് ഏരിയ, അതെ ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട് നമുക്കിവിടെ. ഫുള്ള് ഡ്രസ്സ് അലക്കിയിട്ടൊക്കെ കേട്ടോ. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയന്റെ ബാക്കി അലറച്ചുള്ള സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. പഴയ ഫാന്, പെഡോക് സ്റ്റാൻഡ്, ചൂല് ഇവിടെ അല്ല കേട്ടോ. ചൂല് ഞങ്ങൾ ഇവിടെ തൂക്കാൻ വേണ്ടി ഇവിടെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാ മോപ്പ് സാധനങ്ങളൊക്കെ നമുക്ക് ഒതുക്കി വെക്കാം. പിന്നെ വാഷിംഗ് മെഷീൻ. പിന്നെ ഇവിടെ ഒരു ഡോർ ഉണ്ട് കേട്ടോ. ഇത് പുറത്തേക്കുള്ള ഡോർ. വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. അതിന്റെ അടിയിൽ നിറച്ച് സ്റ്റോറേജ്. പക്ഷെ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർക്ക് ഏരിയ അങ്ങനെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ആകെ ഡ്രസ്സ് ഉണക്കാൻ വേണ്ടി മാത്രം. നല്ല ചൂടായതുകൊണ്ട് പകല് നല്ല ചൂടാണ് ഇതിന്റെ ടോപ്പിൽ. പാത്രം കഴുകലൊക്കെ പാത്രം കഴുകാനൊന്നും പറ്റില്ല. അപ്പൊ ഇവിടെ നമ്മള് അങ്ങനെ യൂസ് ചെയ്യാറില്ല. എന്നാൽ ഇത്രയും മതി നമുക്ക് അല്ലേ? അതന്നെ നമ്മുടെ യൂസിന് ധാരാളം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ താഴെ വരുന്നത്. ഇനി നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകണ്ടേ? നമ്മള് മാസ്റ്റർ ബെഡ്റൂം കാണിച്ചിട്ടില്ല. ഇവിടെ ജീവനുള്ള ഒരു പ്ലാന്റ് ഉണ്ട്. എന്ത്? യെസ്, നമ്മുടെ പ്ലേ ബട്ടൺ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കാണിക്കാൻ മറന്നുപോയി. അപ്പൊ അത് കാണിച്ചിട്ടുണ്ട്. തൂങ്ങി നിൽക്കുക. അപ്പൊ അത് അയാൾ അലമ്പാവണതിന് മുന്നേ നമുക്ക് പരിപാടി എടുക്കണം. ഈ ബെഡ്റൂം നമ്മളാട്ടോ ഫുള്ള് ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ച. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. യെസ്, നമ്മൾ ആഗ്രഹിച്ച് പിൻട്രസ്റ്റ് ഒക്കെ കുറെ നോക്കി കുറെ റെഫറൻസ് എടുത്ത് ചെയ്യിപ്പിച്ചേട്ടോ. അപ്പൊ ഇത് നമ്മുടെ ബെഡ്. റൂമിൽ കയറുമ്പോ ഒരു പ്രത്യേക ഒരു സന്തോഷം. അതെന്താ അറിയോ? തണുപ്പുള്ളതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് പണിയിപ്പിച്ചിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ കണ്ടില്ല, ഇതൊക്കെ നമ്മൾ ഇഷ്ടത്തിനെല്ലാം പണിയിപ്പിച്ചെടുത്താണ്. നമ്മൾ കൊച്ചിയിലുള്ള ടീമിനെ കൊണ്ട് തന്നെയാണ് ഈ ഇന്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ള സംഭവം. നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്തു കേട്ടോ. പിന്നെ ഇവിടെ ഒരു ഫുൾ സൈസ് മിറർ. ഫുൾ സൈസ് ആണെന്ന് വെച്ചാൽ അങ്ങനെ ഫുൾ സൈസ് അല്ല, പക്ഷെ നമ്മള് മൊത്തത്തിൽ കാണാം. അത് ഇങ്ങനെ സ്ലൈഡിങ് കേട്ടോ. നമുക്ക് ഒരു പ്രത്യേക സുഖം. ഇവിടെ സ്ലൈഡിങ് ആണ്. അതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റോറേജ് വെക്കാൻ പറ്റും. ഇത്രയും സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ച് വെക്കാൻ പറ്റും. കണ്ടില്ലേ? പിന്നെ ഇവിടെ ഒരു ലൈവ് പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ലൈവ് പ്ലാന്റ് ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നിട്ട് കുറെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റും. ഫോക്കസ് ആവുമോ? ഇവിടെ നിന്ന് കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. പിന്നെ ഇതൊരു ലോണ്ടറി ബാഗ് ആണ്. പിന്നെ ഇവിടെ ഒരു വേസ്റ്റ് ബിൻ ഉണ്ട്. പിന്നെ അവിടെ ചെറിയൊരു സൈഡ് ടേബിൾ ഉണ്ട്. പിന്നെ ഇവിടെ വാർഡ്രോബ് ആക്ച്വലി ഉണ്ടായിരുന്നു ഒരെണ്ണം. നമ്മളത് ഫുള്ള് പൊളിച്ചിട്ട് മേലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തു. എന്നിട്ട് ഇവിടെ ഒരു സീലിംഗ് ഹൈറ്റിൽ ഇങ്ങനെ ഒരു കളർ തീമായിട്ട് മാച്ച് ആയിട്ട് നമ്മൾ ചെയ്യിപ്പിച്ചു. നമ്മളിവിടെ സീലിംഗ് അടിച്ചില്ലല്ലോ. ഇതാണ് നമ്മുടെ സീലിംഗ്. ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ എല്ലാ സീലിംഗ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നേ. സീലിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് ഞങ്ങൾക്ക്. ഇനി ഫാനൊക്കെ നമ്മളെ എക്സ്ട്രാ കൊണ്ടുവന്നാണ്, AC കൊണ്ടുവന്നാണ്. ഇതുകൊണ്ട് സീലിംഗിന്റെ ആ ഒരു ഇത് കണ്ടില്ലേ, ഭംഗി ഭയങ്കരമായിട്ടോ. നമുക്ക് എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ടൊന്നുമില്ല. അതെ, ഇത് നമ്മളായിട്ട് ചെയ്യാൻ നമുക്ക് നടക്കൂല. കാര്യം നമ്മള് റെഡിമെയ്ഡ് വീട് എടുക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഒന്നാമത് നോക്കി ആരും പണിയൊക്കെ നോക്കി നിൽക്കാൻ നമുക്ക് പറ്റില്ല. പിന്നെ കൊച്ചിയിലുള്ള വീട് നമ്മൾ അവിടെ നിന്ന് പണിയാനും പറ്റില്ല അല്ലേ? പിന്നെ കൊച്ചിയിൽ ഒരു സെന്റ് വാങ്ങണമെങ്കിൽ വാങ്ങണ പൈസ നമുക്ക് വേറെ വയനാട്ടില് 10 സെന്റ് വാങ്ങാം. അതാണ് എന്റെ പ്രത്യേകത. അപ്പൊ നമ്മള് അതിനനുസരിച്ചുള്ള ഏരിയ കേട്ടോ. ഇതാണ് നമ്മുടെ ബാത്റൂം. ബാത്റൂമിൽ കൊച്ചിനെ അലക്കേണ്ട കുളിപ്പിക്കേണ്ട കൊച്ചിന്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഷവറൊക്കെ റെയിൻ ഷവറാണ്. ലുക്കറിന്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. മറ്റേ എന്താണ് എക്സോസ്റ്റ് ഫാൻ, അതൊക്കെ നമ്മൾ ചെയ്ത കേട്ടോ.
അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വാഷ്റൂമാണ്. നമുക്ക് ആവശ്യമുള്ളത് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്കിനി മേലോട്ട് പോവാം. അപ്പോൾ ഇവിടെ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ക്ലോക്ക്. ഓൾമോസ്റ്റ് എല്ലാവരും വുഡൻ തീം ആയതുകൊണ്ട് നമ്മൾ ക്ലോക്ക് നോക്കിയിട്ടാണ് കൊടുത്തത്. ഒരു വുഡൻ ടച്ച് വരുന്ന. പക്ഷെ ആ ക്ലോക്ക് നമ്മളെ പണി പറ്റിച്ച് 2 പ്രാവശ്യം ഓടിച്ച്. ലുലുമണി നല്ല എടുത്ത ലുലുന്ന് സാധനം എടുത്ത കേട്ടോ. ഇവിടെ എത്തിയപ്പോ ഉണ്ട് സാധനം. കുറച്ച് കഴിയുമ്പോൾ ഓടൂല്ല, നമുക്ക് സമയം പോകുന്നില്ല. അപ്പൊ കുറച്ച് നേരം ഓടും, കുറച്ച് നേരം ഓടില്ല. അപ്പൊ നമ്മൾ പോയിട്ട് റീപ്ലേസ് ചെയ്തെടുത്ത ക്ലോക്ക് ആട്ടോ. നല്ല ഡിസൈൻ ആയിരുന്നു, വേറെ ഇതിനേക്കാൾ നല്ല. അപ്പൊ നമ്മൾ മാറ്റിയെടുത്ത. ഇനി നമുക്ക് എങ്ങോട്ട് പോവാം? മേലോട്ട് പോവാം. ബാബുവാ. ഇവിടെ നമ്മൾ നമ്മുടെ കുറച്ച് ഫ്രെയിംസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഇതും കയറി വരുമ്പോ ഒരു പ്ലാന്റ് വേണമല്ലോ, അതുകൊണ്ട് നമ്മൾ ഒരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു കുഞ്ഞൻ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞു പ്ലാന്റും കൊടുത്തു. പിന്നെ ഇവിടെ പർഗോള ലൈറ്റ്. പകലൊക്കെ നല്ല വെളിച്ചോട്ടോ. പകൽ ഈ വീടിന്റെ ഉള്ളിൽ ലൈറ്റ് പോലും ഇടണ്ട, നല്ല വെളിച്ചാണ്. ഈ ലൈറ്റ് കണ്ടോ, കറക്റ്റ് സീലിംഗിൽ കറക്റ്റ് സെറ്റ് ആക്കിയിട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ മേലത്തെ ലിവിങ് സ്പേസ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണുള്ള കുറേ ഫോട്ടോ ഫ്രെയിം കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് ഫുൾ വിൻഡോ നമ്മൾ ഓപ്പൺ ആക്കിയിട്ടൊക്കെ ഉണ്ട്. നല്ല അവിടെ നിന്ന് വയലാണ് ബാക്കിൽ, മോസ്കിറ്റോ നെറ്റ് കൊടുത്തിട്ട് അവിടെ നിന്ന് ഫുള്ള് കാറ്റ് കയറും. പിന്നെ ഇവിടെയും കുറേ സ്റ്റോറേജ്, അവിടെ സ്റ്റോറേജ് വരുന്നത്. ചെറിയൊരു സ്റ്റഡി ടേബിൾ ഒക്കെ ആയിട്ട് വലുതായിട്ട് ഒന്ന് പഠിക്കേണ്ട ആളാട്ടോ സ്റ്റഡി ടേബിളിൽ. അതെ, ഇവിടെ നമുക്ക് സിസ്റ്റം ഒക്കെ വെക്കാനുള്ളൊരു ഇതാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ 2 ഫോട്ടോ ഫ്രെയിംസ് ഇത് വയ്ക്കണം. ഇത് വച്ചതാണ് ഒരെണ്ണം താഴെ വീണു. അത് അവിടെ വെച്ചാണ് പൊളിഞ്ഞ് താഴെ വീണു കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളിനി അവിടെ നിന്ന് സെറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ താഴത്തെ ബെഡ്റൂമിൽ ഉണ്ടായിരുന്ന വാർഡ്രോബ് ഇവിടെ കയറ്റിട്ടോ. ഇവിടെ ഇത്ര സ്പേസ് ഇങ്ങനെ വെറുതെ കിടക്കിയിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഒതുക്കിയും കയറ്റി. കാരണം നമുക്ക് സ്റ്റോറേജ് കുറേ വേണം. നമുക്ക് ഹെൽമെറ്റ്, ജാക്കറ്റ്, അത് ഇത് സാധനങ്ങൾ. പിന്നെ എങ്ങാനും കുറേ പേര് വരുന്നുണ്ടെങ്കിൽ കണ്ണാടി വേണ്ടി തല്ലി പിടിക്കണ്ടല്ലോ. അതെ, എല്ലാ റൂമിലും ഉണ്ട് കണ്ണാടി. എല്ലാ റൂമിലും 3 ബെഡ്റൂമിലും എക്സ്ട്രാ ഇവിടെ ഡൈനിങ് ഹാളിലുണ്ട്. പിന്നെ ഇത് നമ്മുടെ ബീൻ ബാഗ് ആണ്. നല്ല രസമായിട്ട് എഡിറ്റ് ചെയ്യാൻ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ഇരുന്നിട്ടില്ലേ. പിന്നെ ഇവിടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ സീലിംഗ് വർക്ക് എല്ലാ സ്ഥലത്തും ഉണ്ട് കേട്ടോ. നമ്മള് ഫാൻ മാത്രമേ ഇടണ്ടോ? അതെ, ഫാൻ മാത്രമേ ഇടണ്ടോ. അയൺ ചെയ്യാനായിട്ട് അയൺ ടേബിൾ, ഇതും ഫോൾഡബിൾ ആണ്. ഇങ്ങനെ ബൊക്കിങ് വെച്ച് കഴിഞ്ഞാൽ ക്ലോത്ത് ഒന്നും വെക്കണ്ട. അതെ, എക്സ്ട്രാ ക്ലോത്ത് ഒന്നും വെക്കണ്ട. അതിന് മേലെ ഇരുന്നിട്ട് അയൺ ചെയ്താൽ മതി. അതിനുള്ള പ്ലഗ് പോയിന്റ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇനി ഇതാണ് നമ്മുടെ ഗസ്റ്റ് റൂം. യെസ്, ഇതാണ് നമ്മുടെ ഗസ്റ്റ് റൂം. നമുക്ക് 2 ഗസ്റ്റ് റൂം ഉണ്ട്. അതെ, ഒന്ന് ഇവിടെയൊക്കെ നമ്മുടെ സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ AC ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ താഴെ ഉണ്ടായിരുന്ന ഇതേ വാർഡ്രോബ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ സൈഡ് ബോക്സ് ഉണ്ട്. ഈ കട്ടിൽ നമ്മൾ ഓൺലൈൻ എടുത്ത കട്ടിലല്ലേ, ആമസോൺ കട്ടിലാണ്. അടിപൊളി സാധനം കേട്ടോ, സെറ്റ് സാധനം. സ്റ്റോറേജും വരുന്നുണ്ട്. റേറ്റ് എത്രയുണ്ടെന്ന് പറഞ്ഞു കൊടുക്ക്. 30,000 രൂപ ഉണ്ട് കേട്ടോ ഈ കട്ടിലിന്. ഇതൊക്കെ പൊക്കി കഴിഞ്ഞാൽ ഫുൾ വെൽവെറ്റ് ആണ്. സ്റ്റോറേജ് ആണ് നമ്മുടെ എല്ലാ കട്ടിലും. നമ്മൾ സ്റ്റോറേജ് അടക്കട്ടെ ചെയ്തത്. അതെ, 3 കട്ടിൽ നമ്മൾ സ്റ്റോറേജ്. ഇതൊക്കെ ആരെങ്കിലും കാല് തട്ടിയാലും ഒന്നും നമുക്ക് എല്ലാ കട്ടിലെയും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിങ്ങനെ ക്രോസ് ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ ഇവളുടെ പ്രത്യേകിച്ച് എല്ലാ സ്ഥലത്ത് പോയിട്ടും കാല് മുറിക്കും ഇതേപോലത്തെ കട്ടിലെ. കൊച്ചൊക്കെ ആവുമ്പോ കൊച്ചിന് സമാധാനമായിട്ട് ഓടി നടക്കാമല്ലോ. അപ്പൊ ഇനി നമുക്ക് ഇവിടെ വാഷ്റൂം വരുന്നുണ്ട്. എല്ലാ റൂമിനും സെയിം വാഷ്റൂമാണ്. എല്ലാം അറ്റാച്ച്ഡ് ആണ്. നമുക്ക് 3 ബെഡ്റൂം ആട്ടോ ഉള്ളത്. താഴെ 1, മേലെ 2. താഴെ ശരിക്കും ഒന്നും കൂടി വേണമായിരുന്നു, പക്ഷെ ഇത് നമ്മൾ ഉണ്ടാക്കിയതല്ലല്ലോ. ശരിക്കും താഴെ എന്താ വെച്ചാൽ ബെഡ്റൂം ഒക്കെ കൂടുതൽ തന്നെയാണ് നമുക്ക്. ഇനി നമുക്ക് ഇവിടെ ഒരു ബാൽക്കണി വരുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ബാൽക്കണി. ഇവിടെയും കണ്ടോ സീലിംഗ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് ഇവര്. കണ്ടില്ലേ, ഇവിടെ വേണ്ടുന്ന സ്പേസ് ആട്ടോ. നല്ല വീതിയുള്ള ബാൽക്കണി. ഓടി നടക്കാം, പക്ഷെ പകൽ വെയിലായതുകൊണ്ട് ഓടാൻ പറ്റില്ല. പകലൊക്കെ അത്യാവശ്യം പുറത്തിറങ്ങി നല്ല വെയിലായിരിക്കും. അപ്പോൾ നമ്മൾ പകൽ പുറത്തിറങ്ങാറില്ല, രാത്രിയൊക്കെ നൈസാണ്. പിന്നെ അടുത്തതായി നമ്മൾ അപ്പുറത്തെ റൂം, ഒരു അഡീഷണൽ റൂം കൂടി ഉണ്ട്. 3 റൂം സെയിം അതുപോലെ. ഇതും നമ്മുടെ ഓൺലൈൻ കട്ടില്. ഇതും അടിപൊളി കേട്ടോ. ഇതും സെറ്റ് നല്ല കുഷ്യൻ, നല്ല സോഫ്റ്റ് ആണ്. സ്റ്റോറേജ് ഉണ്ട്, നല്ല ബെഡ് കാര്യങ്ങൾ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫോട്ടോ ഫോട്ടോ ഇവിടെ എന്താ ഡ്രസ്സിംഗ് ടേബിൾ വിത്ത് ഡ്രസ്സിംഗ് ടേബിൾ. പിന്നെ ഇവിടെ ഫുൾ വിൻഡോ, വലിയ വിൻഡോ കേട്ടത്.
പിന്നെ ഇതും ഒരു ബാൽക്കണി. ഇവിടെ നമ്മൾ മറ്റേ മോസ്കിറ്റോ നെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബാൽക്കണി ഉണ്ട്. ഇത് ചെറിയൊരു ബാൽക്കണി. യെസ്, ഇതൊരു ചെറിയൊരു ബാൽക്കണി. 2 ബെഡ്റൂമിനും ബാൽക്കണി ഉണ്ട് കേട്ടോ. 2 ഗസ്റ്റിനും വിഷമിക്കണ്ട. അതെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് വ്യൂ, താഴേക്കുള്ള വ്യൂ. യെസ്, നമ്മുടെ ക്രോസ്. അപ്പോൾ ഇവിടെ എല്ലാ വീടുകളും ഓൾമോസ്റ്റ് സെയിലായിട്ടോ. എല്ലാം സെയിലായി. നല്ലൊരു വില്ലയാണ്. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെയാണ് തൊട്ടടുത്ത് ഇവിടെ വന്ന് പരിചയപ്പെട്ടത്. നമ്മൾ അവരായിട്ടാണ് മൂന്നാർ റിസോർട്ടിലൊക്കെ പോയി അടുത്ത ട്രിപ്പ് പോയിരുന്നു. അതെ, ഇവിടെ പോയിട്ട് നമുക്ക് അടിപൊളി ഫ്രണ്ട്സിനെ കിട്ടി കേട്ടോ. ഒക്കെ നമ്മുടെ ഏജിലുള്ള ആൾക്കാരാണ്. ഒക്കെ നമ്മുടെ ഏജിലുള്ള ആൾക്കാരും ഇതേപോലെ ചെറിയ ബേബീസും ഉണ്ട്. അപ്പൊ കൊച്ചിന് കളിക്കാനൊക്കെ കൂട്ടുകാരുണ്ട് ഇവിടെ. എല്ലാ വീട്ടിലും ഓരോ കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ ഇവിടെ എന്താ, ഇവിടെയും സെയിം അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അതും നല്ല, എല്ലാം സെയിം ആട്ടോ. നല്ല ബാത്റൂം ഒരേപോലെ, ആർക്കും ഒരു പക്ഷാഭേദമില്ല. ഇങ്ങനത്തെ മാറ്റ് ടൈലായതുകൊണ്ട് നല്ല സുഖം കേട്ടോ. ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. ടോപ്പ് വരെ ടൈലാണ് കേട്ടോ. സെറ്റ്. പിന്നെ നമ്മുടെ മേലത്തെ ലിവിങ് സ്പേസിൽ നിന്ന് പുറത്തേക്ക് വേറൊരു ടെറസിലേക്ക് പോകാനുള്ളൊരു വഴിയുണ്ട് കേട്ടോ. യെസ്, ഇപ്പോൾ ഇരുട്ടായിട്ട് പുറത്ത് ബാക്ക് സൈഡിൽ മൊത്തം വാഴത്തോട്ടാട്ടോ. വാഴത്തോട്ടം കുറച്ച് താഴേക്ക് വയലൊക്കെയാണ്. പക്ഷെ എന്നാലും ഫ്ലഡിന്റെ അങ്ങനത്തെ ഒന്നും വരാത്ത ഏരിയ കേട്ടോ. നമ്മൾ മേലേക്ക് പോവാണ്. മേലേക്കുള്ള സ്റ്റെയർ ആട്ടത്. അപ്പൊ ഇങ്ങനെ കയറിടാ. അപ്പൊ മേലേക്ക് കാണിച്ചിടാം. മേലെ ഓപ്പൺ ടെറസ് അടിപൊളി കേട്ടോ. രാത്രിയൊക്കെ നല്ല തണുപ്പും കാര്യങ്ങളുമാണ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ടെറസ്. വേണ്ടുന്ന സ്പേസ് ഉണ്ട്. നമ്മൾ ഒന്നിനും യൂസ് ചെയ്തിട്ടില്ല. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ സ്പേസ്. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചിൻ്റെ ഡയപ്പറെ കത്തിക്കുന്ന ഒരു സാധനമുണ്ട്. കണ്ടില്ലേ, ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാട്ടോ. ഈ വില്ല അങ്ങനെയൊക്കെ നിൽക്കുന്നവർക്ക് സുഖമാണ്. ആർക്കും എല്ലാ വീടുകളിലേക്കും ഈ ഒരു സാധനം വേണം. കാര്യം ഡയപ്പറെ കത്തിക്കണമെങ്കിൽ ഇതേപോലത്തെ ഒരു സാധനം എന്തായാലും വേണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൽ നിന്നുള്ള വ്യൂ. ഭയങ്കര പീസ്ഫുൾ, അടിപൊളി. ഇത് നമ്മുടെ വൈഫൈയുടെ മോഡത്തിൻ്റെ കണക്ഷനാണ്. മേലെ നിന്നാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇനി താഴേക്ക് പോവാം. ഇത്രയാണ് നമ്മുടെ വീടിൻ്റെ ഓവറോൾ. എല്ലാം കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഇവിടെ എല്ലാം. ഇനി നമുക്ക് സോളാർ ചെയ്യണമെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗസ്റ്റ് റൂമിലേക്ക് മേടിച്ച ഫ്ലോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആൻറ്റി ഗ്രാവിറ്റി മാട്രസ് കേട്ടോ. അടിപൊളി മാട്രസാണ്. ഞാൻ ഇരുന്ന പോലും ഈ കട്ടിൽ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഒരു സൗണ്ടോ ഒന്നും കേൾക്കുന്നില്ല. ഭയങ്കര സുഖമാണ് ഇതിനകത്ത് കിടക്കാൻ കേട്ടോ. പിന്നെ ഇത് മാത്രമല്ല, 100 ദിവസം ഇത് നിങ്ങൾക്ക് ഫ്രീ ട്രയൽ വരുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബെഡ് കേട്ടോ. ഇതിനകത്ത് ഫ്ലോ ആൻറ്റി ഗ്രാവിറ്റി മാത്രമേ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നാലും ഈ ഒരു സമ്മറിൽ പോലും ഭയങ്കര കൂളിംഗാണ് ഇതിനകത്ത് കിടക്കാൻ. അപ്പോൾ അത്രയും നല്ലൊരു ബെഡാണ്. മോഷൻ ഐസൊലേഷൻ ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ കിടക്കുന്ന തുള്ളി ചാടിയാലും അപ്പുറത്ത് കിടക്കുന്നവർ അറിയില്ല. അങ്ങനത്തെ ഒരു ടെക്നോളജി ഉള്ള ബെഡാണ്. പിന്നെ 3D എയർ ഫ്ലോ ടെക്നോളജി എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഒട്ടും ഹീറ്റ് ആവില്ല. നമ്മുടെ ബോഡി ഫുൾ ടൈം കൂളായിട്ട് നമ്മൾ കീപ്പ് ചെയ്യും കേട്ടോ. പിന്നെന്താ പറയുക, ഇവർക്ക് ഇഷ്ടപ്പെട്ട ബെഡാട്ടോ ഇത്. അപ്പോൾ നമുക്ക് 40% ഓഫർ ഈ ബെഡിന് ഇപ്പോൾ വരുന്നുണ്ട്. എന്തായാലും മേടിക്കുകയാണെങ്കിൽ വർത്തായിട്ടുള്ള ബെഡാട്ടോ ഇത്. കാര്യം ഇത് മേടിച്ച് കഴിഞ്ഞാൽ എന്നെ ഒരിക്കലും കുറ്റം പറയില്ല. കാര്യം അമ്മൊരു ബെഡാണ്, അടിപൊളിയാണ്. പക്ഷെ ഞങ്ങൾ കിടക്കുന്ന ഇതിലല്ല എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ ഗസ്റ്റ് റൂമിൽ കിടക്കുന്ന ബെഡാട്ടോ. എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ചെറിയൊരു വീട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കാക്കനാട് ഭാഗത്തായിട്ടാണ്, എറണാകുളം. എക്സാക്ട് ലൊക്കേഷൻ ഞങ്ങൾ പറയുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു, ഇവന്റെ ആഗ്രഹമായിരുന്നു കൊച്ചിയിൽ സെറ്റിൽ ആവണമെന്നുള്ള. എനിക്ക് പണ്ട് കാലിക്കറ്റ് ആയിരുന്നു ഇഷ്ടം. നമ്മുടെ പണ്ടത്തെ ഒരു വീഡിയോയിൽ ഇങ്ങനെ Q&A പറയുന്നുണ്ട്, നമുക്ക് ഇഷ്ടം കൊച്ചി, അവനിഷ്ടം കൊച്ചിയായിരുന്നു. അങ്ങനെ നമ്മുടെ ഒരുപാട് നാളത്തെ ആഗ്രഹം നമ്മളെ കൊണ്ട് സാധിച്ചു. അതും കൊച്ചായപ്പോഴാണ് നമുക്ക് ഈ ആഗ്രഹങ്ങൾ സാധിക്കാൻ പറ്റിയത്. ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഉണ്ടാവുന്ന കുട്ടികൾ നമുക്ക് ഭാഗ്യമാണെന്നുള്ളത്. സംഭവം ഞങ്ങൾക്ക് സത്യമാണെന്ന് തന്നെ തോന്നുന്നത് അല്ലേ? ഇവളുണ്ടായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട്, ഇവളുണ്ടായതിനു ശേഷം നമുക്ക് ആഗ്രഹിച്ച എല്ലാം നടന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആദ്യത്തെ ഒരു കൺസേൺ ആയിരുന്നു 2 കാർ പാർക്കിംഗ് വേണം. അതെ, 2 കാർ പാർക്കിംഗ് അങ്ങനെ തപ്പിടുന്നു, 2 കാർ പാർക്കിംഗ് ഉള്ളത്. പക്ഷെ കൊച്ചിയിൽ അത് നമ്മളൊരു 3-4 വീട് അങ്ങനത്തെ കണ്ട്. പക്ഷെ അതിന് ഈ ഒരു വീടിന്റെ ഡബിൾ ആയിട്ടാണ് റേറ്റ് വരുന്നത്. അത് വിചാരിക്കാത്ത ഇതിനകത്തേക്ക് പോകുന്നോണ്ട് നമ്മൾ ആ ആഗ്രഹം നമ്മൾ അങ്ങോട്ട് വേണ്ടാന്ന് വെച്ചു. ഒരു കാറും
പിന്നെ ഒരു ബൈക്കും പിന്നെ ഗസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അവരുടെ വണ്ടിയും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അത് മതി. അതെ, ഇനിയിപ്പോ ഭാവിയിൽ നമ്മൾ 2 വണ്ടിയൊക്കെ എടുക്കുമ്പോ അതിനനുസരിച്ച് ഒരു വലിയ വീട് നമുക്ക് എടുക്കാൻ സാധിക്കട്ടെ. ഇപ്പൊ തൽക്കാലം ഒരു കാറ്, ഒരു ബൈക്ക്, ഒരു കൊച്ച്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. വലിയ ലെങ്തി വീഡിയോ ആണ്, പക്ഷേ എല്ലാവരും എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോകളുമായിട്ട് വരുന്നതാണ്. അതുവരയ്ക്കും ബൈ. ബൈ.